പൊള്ളുന്ന ചോദ്യങ്ങൾക്കോ ചുട്ടുപൊള്ളുന്ന ചോദ്യങ്ങൾക്കോ പരിക്ക് പറ്റാവുന്ന പ്രതികരണങ്ങൾക്കോ വിപ്ലവ പാർട്ടികൾ ആത്മീയതയുടെ ചൂഷണ മേഖലയിൽ രംഗത്ത് വരാറില്ല. ഇത് രാഷ്ട്രീയപരമായ ചൂഷണമാണ്. ഈ രാഷ്ട്രീയപരമായ ചൂഷണങ്ങൾ നിർവഹിക്കുന്ന അതേ സമയത്തു തന്നെ അനുജനായിരുന്നാലും ചേട്ടനായിരുന്നാലും മുതിർന്നവനായിരുന്നാലും ശരി, ആത്മീയമായ ഒരു പരിവേഷം നിങ്ങൾക്കുണ്ട് എന്ന് പ്രത്യേകമായി സാന്നിധ്യം അറിയിച്ച് ആ ആത്മീയമായ പരിവേഷത്തിന്റെ പിൻബലത്തിൽ രാഷ്ട്രീയപരമായ പ്രവർത്തനം നിർവഹിക്കുന്നതിന് ഇസ്ലാമികപരമായി ഒരു പ്രാധാന്യവുമില്ല. ഇസ്ലാമിൽ ഒരു ആത്മീയ നേതൃത്വം ഇല്ല. ഇസ്ലാമിൽ ആത്മീയ നേതൃത്വമുണ്ട് എങ്കിൽ ആ ആത്മീയ നേതൃത്വം ലഭ്യമാകുന്നത് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ആദ്യമായി പ്രഖ്യാപിച്ചത്, അള്ളാഹുവിന്റെ പ്രവാചകൻ ജനിച്ചിട്ടുള്ള അതേ ഗോത്രത്തിൽ തന്നെ പ്രവാചക ആശയത്തെ നഖശിഖാന്തം എതിർക്കുന്ന കഠിന വൈരികളും കഠിന ശത്രുക്കളുമായ ആളുകൾ പ്രവാചകന്റെ ഗോത്രത്തിൽ, പ്രവാചകന്റെ പരമ്പരയിൽ പിറവിയെടുത്തിട്ടുണ്ട്, ജനിച്ചിട്ടുണ്ട്. അവർക്കൊരിക്കലും തന്നെ ജന്മം കൊണ്ടൊരു മഹത്വം ഇസ്ലാം കൊടുത്തില്ല. ഇല്ലേ? പ്രവാചകനെ എതിർത്തിരുന്ന ആളുകൾ മക്കയിൽ തന്നെയാണ് ജീവിച്ചത്. പ്രവാചകന്റെ ഖുറൈശി തറവാട്ടിൽ തന്നെയാണ് മറ്റുള്ള പ്രവാചകനെ എതിർത്തിരുന്ന ആളുകളും ഒക്കെയും ജീവിച്ചു പോയത്. പ്രവാചകന്റെ കുടുംബത്തിന് പ്രവാചകന്റെ പരമ്പരയായോ പാരമ്പര്യമായോ അറിയപ്പെടാവുന്ന ഒരു പാരമ്പര്യവും അടിസ്ഥാനപരമായി ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിലോ അനാട്ടമിയുടെ അടിസ്ഥാനത്തിലോ അംഗീകരിക്കാനോ സ്വീകരിക്കാനോ കഴിയില്ല, തെളിയിക്കാനും സാധ്യമല്ല. ഇസ്ലാമിൽ ജന്മത്തിന് ഒരു പ്രസക്തിയുമില്ല. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ശുദ്ധമായ പ്രകൃതിയോടുകൂടിയാണ് ഭൂമിയിൽ ജീവിക്കുന്നത്. പിന്നീട് അവരെ വ്യത്യസ്ത വിഭാഗങ്ങളോ വ്യത്യസ്ത മതാശയങ്ങളിലേക്കോ മാറ്റുന്നത് സാഹചര്യത്തിന്റെയോ മാതാപിതാക്കളുടെയോ പ്രവർത്തന ഫലമായിട്ടാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജന്മമല്ല, കർമ്മമാണ് അടിസ്ഥാനപരമായ വിഷയമായി പ്രവാചകൻ സ്വീകരിച്ചിട്ടുള്ളത്. ഒരു ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ സഹാബി വര്യന്മാരായ ആളുകൾ വന്നിട്ട് രോഗത്തിനുള്ള ശമനം അന്വേഷിക്കാറുണ്ട്. രോഗശമനം ആത്മീയതയുടെ മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു വ്യവസായമായി മാറുകയും ചൂഷണത്തിന്റെ ഏറ്റവും പ്രധാനമായ ഒരു രംഗവേദിയായി മാറുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. ഈ രംഗത്ത് ഇസ്ലാമിന് പറയാനുള്ള ഒരു മാനദണ്ഡം എന്ന് സാന്ദർഭികമായി ആ വിഷയ സൂചനയിൽ ഞാൻ സൂചിപ്പിക്കട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ അസുഖം മാറാൻ വേണ്ടിയിട്ട്, അസുഖത്തിന് ശിഫ നൽകാൻ വേണ്ടിയിട്ട് പ്രവാചകന്റെ മുമ്പിൽ വരും. പ്രവാചകനിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള സിദ്ധ ഔഷധം പ്രതീക്ഷിച്ചുകൊണ്ടോ ബക്കറിയുടെ എന്തെങ്കിലും തരത്തിലുള്ള തലോടൽ പ്രതീക്ഷിച്ചുകൊണ്ടോ അല്ല അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ തന്റെ സഖാക്കളായ ആളുകൾ, സഹാബീവര്യന്മാരായ ആളുകൾ വരുന്നത്. മറിച്ച് പ്രവാചകനോട് വിഷയം പറയുമ്പോൾ പ്രവാചകൻ അവർക്ക് വേണ്ടി സിദ്ധാവും പരിപാലകനുമായ പടച്ചതമ്പുരാനോട് പ്രാർത്ഥിക്കും. അവർക്ക് വേണ്ടി സിദ്ധാവും പരിപാലകനുമായ പടച്ചതമ്പുരാനോട് പ്രാർത്ഥിക്കും. രോഗമായി വരുന്ന ആളുകൾ ഏതെങ്കിലും ദർഗകളിലേക്കോ ചാരങ്ങളിലേക്കോ മഠങ്ങളിലേക്കോ ക്ഷേത്രങ്ങളിലേക്കോ ചർച്ചുകളിലേക്കോ കുർബാനകളിലേക്കോ പോകുന്നു എന്നതല്ല, മറിച്ച് പ്രവാചകന്റെ മുമ്പിൽ വരുമ്പോൾ പ്രവാചകൻ സിദ്ധാവും പരിപാലകനുമായ പടച്ചതമ്പുരാനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഇന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന് രോഗം ശിഫയാക്കി കൊടുക്കണമേ, പരിഹരിച്ചു കൊടുക്കണമേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കുന്ന മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം കൂടി തന്റെ സഹാബീവരന്മാരായ ആളുകളെ ബോധ്യപ്പെടുത്തിയിരുന്നു. എന്താണ് ആ വിഷയം? ഞാൻ ഒരു പ്രവാചകനാണ്, ഒരു അന്ത്യപ്രവാചകനായ എനിക്ക് ആത്മീയമായ പ്രത്യേകമായ ഒരു ചൈതന്യമുണ്ട്, ഒരു പരിവേഷമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ആത്മീയ പരിവേഷത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു ചപ്പടി വിദ്യയോ എന്തെങ്കിലും പ്രത്യേകമായ വിദ്യയോ കാണിച്ചുകൊണ്ട് ആ പ്രവാചകന് അസുഖം മാറ്റാൻ ആവശ്യമായ ആത്മീയ ചികിത്സാ മേഖല സ്വീകരിച്ചിരുന്നുവെങ്കിൽ അവിടെയുള്ള ആളുകൾ എതിർക്കുമായിരുന്നില്ല. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ അനുയായികളോട് പറഞ്ഞു, നിങ്ങൾ തായിഫിലേക്ക് പോകണം. തായിഫിൽ ഹാരിസ് ഇബ്നു കിന്ദ എന്ന് പറയുന്ന ഒരാളുണ്ട്. ആരാണ് അയാൾ? അന്ന് മക്കയിൽ അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ്, ഒരു വൈദ്യനാണ്. ഹാരിസ് ഇബ്നു കിന്ദ എന്ന പേരിൽ അറിയപ്പെടുന്ന മക്കയിലെ അറിയപ്പെടുന്ന തായിഫിലെ ഒരു വൈദ്യനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ സഹാബീവര്യന്മാരോട് പറയുകയും ഈ ലോകത്തിന് ശിഫ നൽകാൻ ആവശ്യമാകുന്ന, പരിഹാരം നൽകാൻ ആവശ്യമാകുന്ന ഔഷധം അദ്ദേഹം നിങ്ങൾക്ക് നൽകുന്നതാണ്. ആ ഔഷധം നിങ്ങൾ കഴിക്കുക, സിദ്ധാവും പരിപാലകനുമായ പടച്ചതമ്പുരാനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇതാണ് പ്രവാചകന്റെ ചികിത്സ.
ഈ ചികിത്സയിൽ പ്രവാചകൻ നാണയത്തൊട്ട് സ്വീകരിച്ചിട്ടില്ല. ഈ ചികിത്സയിൽ പ്രവാചകൻ ആത്മീയ നേതൃത്വം എന്ന അലങ്കാരവാക്ക് സ്വീകരിച്ചിട്ടില്ല. ഈ ചികിത്സയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും തരത്തിലുള്ള ആത്മീയതയുടെ ഒരു തിണ്ണബലത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രഖ്യാപനവും പ്രവാചകൻ സ്വീകരിച്ചിട്ടില്ല. പ്രവാചകൻ പച്ചയായ ഒരു മനുഷ്യനായി, ഒരു പ്രവാചകനായി അവരുടെ അസുഖങ്ങൾക്കുള്ള പ്രാർത്ഥന, അവരുടെ അസുഖങ്ങൾക്കുള്ള പരിഹാരത്തിന് സിട്ടാവിനോട് പ്രാർത്ഥിക്കുകയും ഡോക്ടറെ കാണണം, വൈദ്യനെ കാണണമെന്ന് നിർദ്ദേശിച്ചു കൊടുക്കുകയും ചെയ്തു എന്നതല്ലാതെ അതുകൊണ്ട് തന്നെ പ്രവാചകൻ ഒരു കോടീശ്വരനായില്ല. പ്രവാചകൻ രമ്യഹർമ്മം ഉണ്ടാക്കിയില്ല. പ്രവാചകൻ വലിയ പണാധിപത്യത്തിന്റെ മുകളിൽ ജീവിക്കാൻ കഴിയാവുന്ന അവസ്ഥയുണ്ടായില്ല. പ്രവാചകൻ തനിച്ച മണലിൽ കിടന്നുറങ്ങി. പ്രവാചകൻ ഈത്തപ്പന പട്ടയിൽ കിടന്നുറങ്ങി. ശരീരത്തിൽ ഈത്തപ്പന പട്ടയുടെ പാടുകളേറ്റിട്ട് ആ പാടുകളിൽ നിന്ന് വ്രണിതമായ അവസ്ഥ പ്രവാചകന് അനുഭവിക്കേണ്ടി വന്നു. പരമദരിദ്രനായി, പട്ടിണി പാവമായി പ്രവാചകൻ മുന്നോട്ട് നീങ്ങി. ആത്മീയ നേതൃത്വത്തിന്റെ ഒന്നാമത്തെ അടയാളമായി പ്രവാചകൻ എഴുന്നേറ്റ് നിന്നപ്പോഴും ദാരിദ്ര്യത്തിന്റെ ഏറ്റവും താഴെയുള്ള അവസ്ഥയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചു കാണിച്ചു കൊടുത്തു എന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഒരു രീതിയാണ്. ഇതാണ് ആത്മീയതയുടെ മാർഗം, മാതൃക.